ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ആ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെള്ളം, വേണ്ടുന്ന നെയ്യ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, ചെറുനാരങ്ങ, തൈര്, ചുവന്നുള്ളി, മസാലപ്പൊടി, മുളക് പൊടി, ഇത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സവാള, ഇത് കച്ചമ്പർ കൂടി നമ്മളിത് കണക്കാക്കിയതാണ്. ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു സവാള മതി. പിന്നെ മല്ലിയില, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കുക്കർ വെച്ച് സ്റ്റൗ കത്തിക്കുക. അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ 1/2 കിലോ ചെമ്മീന് പാകത്തിന് കുറച്ച് എണ്ണ മതി. അപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഇതിനകത്തേക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് വരണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ചെറിയ സവാള നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും കൂടി അരിഞ്ഞിടാം. ഇനി സവാള ചേർത്തില്ല എന്ന് ഓർക്കും കുഴപ്പമൊന്നുമില്ല. ഉള്ളി മാത്രം മൂപ്പിച്ചിട്ട് ആ മൂത്ത ഉള്ളിക്കകത്ത് നമുക്ക് ഈ മസാലകളെല്ലാം ചേർത്ത് ചെമ്മീനിട്ട് വേവിച്ചിടുകയിലാണ് ഇതിൻ്റെ പണി. ഇതൊന്ന് പെട്ടെന്ന് നോക്കാനായിട്ട് നമുക്കൊരല്പം ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി സവാള നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒരല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴഞ്ഞു. ഈ ചെമ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കാത്തൊരു വിഭവമാണ്. വളരെ അപൂർവം ഇതിൽ ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെമ്മീൻ ബിരിയാണി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാല ചേർക്കാൻ തുടങ്ങാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അല്ല, പച്ചമണം ഒന്ന് മാറിയ ഉടനെ തന്നെ അടുത്ത മസാല ഇടാൻ പറ്റും. നമുക്കൊരല്പം മല്ലിപ്പൊടി ഇടാം. അടുത്തത് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കൊരു സ്പൂണ് മുളക് പൊടി ഇടാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് മസാലപ്പൊടി ഒരു 1.5 സ്പൂൺ ഇടാം. ഒരു സ്മെല്ല് വേണം. അതൊന്ന് ഇളക്കി റെഡിയാക്കി കഴിയുമ്പോൾ ഇനി നമ്മൾ ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു 2 തക്കാളി നമുക്ക് ചേർക്കാം. അതിലിടാം. തക്കാളി ചേർത്ത് കഴിഞ്ഞു തീ കുറക്കുക. കുറച്ച് തൈര്, ഇതൊരു 2-3 സ്പൂൺ ഉണ്ടാവും. അപ്പോൾ ആ 3 സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം വേണ്ട, ഒരല്പം നമുക്കിതിലേക്ക് പിഴിയാം. അത് കുരുവില്ലാതെ പിഴിയാനായിട്ട് നമ്മൾ ഈ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം അതിനകത്തേക്ക് ചേർന്നു പോകും. അത് ഇളക്കിയിട്ട് നമുക്ക് ചെമ്മീൻ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീനിടാം. അപ്പോൾ ഇത് 1/2 കിലോ ചെമ്മീനാണ്. ഈ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് 1/2 കിലോ ചെമ്മീന് 400 ഗ്രാം അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 400 ഗ്രാം അരി ഞാനിവിടെ വേവിച്ച് റെഡിയാക്കി അതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ഇതിനകത്തേക്ക് ഇടുന്നു. നമ്മുടെ മസാല എണ്ണയൊക്കെ തിളഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഇതിനകത്തുണ്ട്. ബിരിയാണി ആയതുകൊണ്ട് വെള്ളം കാര്യമായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ലോക്ക് ചെയ്തൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് ആയൊന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ചോറ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചോറ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഒരല്പം മല്ലിയില, ഒരല്പം വേപ്പിലയും ചേർക്കാം. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ശരിക്കും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചോറ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 400 ഗ്രാം അരിയാണിത്, 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ ഈ 400 ഗ്രാം അരി ഈ ചെമ്മീനിലേക്ക് ഇടണം. ചോറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല കറക്റ്റ് വേവാണ്. ഇത് ലോക്ക് ചെയ്യാൻ പോകണം. ഇതിങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് സിമ്മിലിടാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായെന്ന് നോക്കാം. നമുക്കിത് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.